കെ.ജെ. മാക്സി എം.എൽ.എയുമായി ബന്ധപ്പെട്ട് ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ അത് സാറേ എന്താണ്? കാരണം അതിൽ കെ.ജെ. മാക്സിയുമായിട്ടുള്ള ബന്ധം എന്താണ് അതിലുള്ള വസ്തുത? കുറെ കാലമായി കേരളത്തിൽ നടക്കൂല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലൊരു സംഭവമാണ് ഈ പീറ്റർ കളത്തിപ്പറമ്പിൽ എന്ന് പറഞ്ഞ ഈ അന്ധനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കെ.ജെ. മാക്സി അയാളെ എം.എൽ.എയുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് മുഷ്ടി ചുരുട്ടി മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം എന്ന് പറഞ്ഞു എന്ന് ഈ അന്ധൻ പറയുന്നതിനെ മാക്സിക്ക് ഇതുവരെ നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാക്സി അല്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ മാക്സി പറയട്ടെ, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഇയാളെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഈ പ്രശ്നത്തിൽ യാതൊരു കാര്യവുമില്ല എന്ന് മാക്സി പറയട്ടെ. 2.5 സെന്റ് ജീവിക്കുന്ന ഒരു അന്ധൻ, ആ അന്ധനെതിരാണ് ഇവിടെ ഉള്ളവരെല്ലാം. ഈ അന്ധനെ സഹായിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും ഒരു BJP-കാരനും ഈ പാവപ്പെട്ട കെ.എം. ഷാജഹാൻ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് ചെല്ലേണ്ടി വരികയാണ്. നമ്മൾ ഈ നീതിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നേക്കുന്ന ഒരു വിധി, അത് കേരളവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ ബിൽക്കിസ് ബാനുവിൻ്റെ കേസ്. ഈ വിധി മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പോലെ സാങ്കേതികതയിൽ ഊന്നിയിട്ടുള്ളതല്ല, അതിൻ്റെ അടിത്തറ വരെ എത്തുന്ന ആഴത്തിലുള്ള ഒരു വിധിയാണ്. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത് ഗവൺമെൻറ്റാണ്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസ്യത കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കൊരല്പം ആത്മസംതൃപ്തി തരുന്ന, പൂർണ്ണമായും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വിധിയാണിത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എന്നെ സംശയിക്കുന്നു. കെ.എം. ഷാജഹാൻ സാറുമൊത്തുള്ള പ്രതിവാര പരിപാടിയായിട്ടുള്ള വൈബ്രന്റ് വ്യൂസിലേക്ക് സ്വാഗതം. കെ.ജെ. മാക്സി എം.എൽ.എയുമായി ബന്ധപ്പെട്ട് ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ കെ.ജെ. മാക്സി എന്ന് പറയുന്ന ഒരാൾക്കെതിരെ, അല്ലെങ്കിൽ അദ്ദേഹം തൊട്ടിപ്പുറത്തുള്ളൊരു നമ്മളത് ഒരു അന്ധനായ ഒരു മനുഷ്യൻ, അത് 3-4 തവണ വണ്ടി ഇടിക്കപ്പെട്ട ഒരാൾ, അത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതാണ്. ഇത് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അത് സാറേ എന്താണ്? കാരണം അതിൽ കെ.ജെ. മാക്സിയുമായിട്ടുള്ള ബന്ധം എന്താണ് അതിലുള്ള വസ്തുത? അല്ല രതീഷ്, അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് ഒരു കാര്യം, ഈ രതീഷ് ഇടയ്ക്ക് ചോദിച്ചൊരു കാര്യമാണ്, ഇത് കേരളത്തിൽ ഇത് സംഭവിക്കുമോ എന്ന് നമുക്ക് സംശയം. അതെ, യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ കുറെ കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പുതിയതാണ് ഇതെന്ന് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാവുന്നു, ഡോളർ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാവുന്നു, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാവുന്നു, മുഖ്യമന്ത്രിയുടെ മകള് 1,72,00,000 രൂപ തട്ടിച്ചു എന്നുള്ളത് വരുന്നു. അപ്പം ഈ നിലയിൽ, അതുപോലെ തന്നെ തലയ്ക്ക് ഇതുകൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്നു ബി.ജെ.പി. അപ്പം ആ നിലയിൽ കുറെ കാലമായി കേരളത്തിൽ നടക്കൂല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലൊരു സംഭവമാണ് ഈ പീറ്റർ കളത്തിപ്പറമ്പിൽ എന്ന് പറഞ്ഞ ഈ അന്ധനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ആ അന്ധൻ എന്താ പറയുന്നത്? അയാൾ പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ എന്നോട് പഠിച്ച ആളാണ് കെ.ജെ. മാക്സി. അപ്പോൾ അയാളുടെ ഒരു വസ്തു കൈയേറ്റവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ കെ.ജെ. മാക്സി അയാളെ എം.എൽ.എയുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് മുഷ്ടി ചുരുട്ടി മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം എന്ന് പറഞ്ഞു എന്ന് ഈ അന്ധൻ പറയുന്നതിനെ മാക്സിക്ക് ഇതുവരെ നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1. 2, ഈ അന്ധനും അന്ധൻ്റെ അനുജനാണെന്ന് എനിക്ക് തോന്നുന്നു, ആന്റണി കളത്തിപ്പറമ്പിലുമായിട്ടുള്ള വസ്തു തർക്കത്തിൽ എന്താണ് കെ.ജെ. മാക്സിക്ക് കാര്യം? ഹൂ ഈസ് കെ.ജെ. മാക്സി? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഇടിച്ചതിനെ ശരിയാക്കളെ, നീ ഇവിടുന്ന് പോന്നോളൂ എന്ന് പറയണമെങ്കിൽ മാക്സിക്ക് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവണ്ടേ? 1. 2, ഈ അന്ധൻ്റെ സ്ഥലത്തേക്ക് കടന്നു കയറി വീട് വെച്ചു ആന്റണി എന്ന് പറഞ്ഞു. ആ സ്ഥലം വീട് വെക്കൽ, ആ സ്ഥലം വേറെ 2 പേർക്ക് കൈമാറി. ഈ കൈമാറി ഇപ്പോൾ അവിടെ താമസിക്കുന്നിടത്തുണ്ട്, അനോഷ് എന്നാണ് അവൻ്റെ പേരെന്ന്. അപ്പം പീറ്റർ ഇത് ആരുടെയാണ് ഈ വീടെന്ന് ചോദിച്ചപ്പോൾ ഈ വീടിൻ്റെ ഉടമ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പീറ്ററിന് മറുപടി കിട്ടിയിരിക്കുന്നത്. അത് അപ്പുറത്തെ വീടിൻ്റെ ഉടമ. അപ്പോൾ അപ്പുറത്തെ വീടിൻ്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വേറെ ആരുടെയെങ്കിലും പേരുള്ളതായിരിക്കണമല്ലോ. അപ്പോൾ അതാണ് അവിടെ നിൽക്കുന്ന സംഭവം. മാക്സി അല്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ മാക്സി പറയട്ടെ, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഇയാളെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഈ പ്രശ്നത്തിൽ യാതൊരു കാര്യവുമില്ല എന്ന് മാക്സി പറയട്ടെ. അവിടെ ചെന്ന് കണ്ടപ്പോൾ എന്താ രതീഷ് കണ്ടത്? ഒരു അന്ധൻ. ആലോചിച്ചു, നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നമായിട്ടുള്ള, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് സെൻ്റർ ആയിട്ടുള്ള എറണാകുളത്ത് തോപ്പുംപടിയിൽ ഒരു അന്ധൻ്റെ ഭാര്യ മേരി ലൈല എങ്ങനെയാ ജീവിക്കുന്നത്?
വലിയ കടകളിലൊക്കെ പോയി മിക്സ്ചറൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അത് ചെറിയ പാക്കറ്റിലാക്കിയിട്ട് ഈ അന്തനും ഭാര്യയും കൂടെ 10-15 കിലോമീറ്റർ നടന്നിട്ട് വിൽക്കുകയാണ്. ഈ അന്തനം കൊണ്ട് നടക്കുകയാണ് ഭാര്യ കേരളത്തിൽ, സംസ്കാര സമ്പന്നമായിട്ടുള്ള കേരളത്തിൽ. യഥാർത്ഥത്തിൽ ഈ മാക്സി എന്ന് പറഞ്ഞവൻ ചെയ്യേണ്ടത് എന്താ? പീറ്ററിൻ്റെ കൂടെ പഠിച്ചവനാണ്. പീറ്റർ, നിനക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പീറ്റർ എന്ന് പറഞ്ഞ ഈ നിരാലംബനെ, ഈ നിസ്വനെ, അവനെ പീഡിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നു കെ മാക്സി എന്ന് പറയുമ്പോൾ അതൊന്നും അനുവദിക്കാൻ പറ്റില്ല. മാക്സി എന്ന് പറയുന്നയാൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളോട് പറയുകയാണ്, ഒരു സംശയവും വേണ്ട, മാക്സി ഈ അനീതി ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞാൻ അവിടെ പോയി കണ്ടതാണ്. കണ്ടപ്പോൾ എന്താണ് ഡ്രോബാക്ക് സ്പേസ് എന്ന് പറഞ്ഞ സ്പേസ് അങ്ങനൊരു സാധനമുണ്ട്. അതായത് എൻ്റെ വീടും പിന്നെ 2 മീറ്റർ അപ്പുറത്തെ രതീഷ് വീടും അവിടെ ചെന്നപ്പോ 20 സെന്റിമീറ്റർ വ്യത്യാസമുള്ളൂ. പിന്നെ രതീഷ് ഇപ്പുറത്തൊരു വലിയ പഞ്ചനക്ഷത്ര സൗധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് പീറ്റർ എന്ന് പറഞ്ഞ ഈ പാവപ്പെട്ടവൻ ജീവിക്കുന്ന വീടിന്റെ മുകളിൽ ആസ്ബസ്റ്റോസ് ഇട്ടിരിക്കുന്നത്. സൺഷെയ്ഡ് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ വന്ന് പിന്നെ പീറ്ററിന്റെ മുകളിൽ. എന്നിട്ട് പീറ്ററിന്റെ ഗേറ്റ് ഞാൻ സംസ്കാര സമ്പന്നനായതുകൊണ്ട് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. പീറ്ററിന്റെ ഗേറ്റ് പൊളിച്ചു കളയുക, പീറ്ററിന്റെ വീടിന്റെ ആസ്ബസ്റ്റോസിനിട്ട്, അതൊന്നും പറ്റില്ല. മാക്സി കൈ ചുരുട്ടിയിട്ടുണ്ടെങ്കിൽ ചുരുട്ടിയ മാക്സിയുടെ കൈ നമ്മൾ താഴോട്ട് ആക്കുമെന്ന് മാത്രമല്ല, ഞങ്ങൾ അവിടെ വെച്ച് സേവ് കേരള ഫോറം ഞങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ വീടിന്റെ അനധികൃത ഭാഗം പൊളിച്ചു കളഞ്ഞേക്കണം എന്ന് മാത്രമല്ല, അതിനൊന്നും മാക്സി തയ്യാറായില്ലെങ്കിൽ ഈ സേവ് കേരള ഫോറത്തിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അവിടെ പോയി കുത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ രതീഷ്, എനിക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കണ്ടാലുണ്ടല്ലോ എനിക്ക് സംഭവിച്ച പോലെ തോന്നുന്നു. എനിക്ക് വഴിയിൽ ആരെങ്കിലും അടി കൊള്ളുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടിയ പോലെ തോന്നുന്നു. പീറ്ററിനെതിരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ളൂ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും ഉണ്ടായ പോലെയൊക്കെ തോന്നുന്നു. അത് എൻ്റെ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് മാക്സി എന്ന് പറഞ്ഞ ആൾക്ക് അയാൾ ഇതിനകത്ത് നീതി നടപ്പിലാക്കിയില്ലെങ്കിൽ പീറ്ററിന്റെ വീട്ടിൽ മാത്രമല്ല മാക്സിയുടെ വീടിന് മുമ്പിലും ചിലപ്പം പോയി ഞാൻ കുത്തിയിരിക്കും. ഞാൻ ചിലപ്പോൾ ആരും അല്ലായിരിക്കും, പക്ഷെ ഞാൻ കുത്തിയിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചില ഡെവലപ്മെന്റ്സ് കൂടെ പറയാം. ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ ഒരാൾ വിളിച്ചു. അപ്പം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമല്ലോ, നമ്മുടെ ഒരു അധികാരം എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? എൻ്റെ പേര് അഷ്റഫ് എന്നാ. ഞാൻ പറഞ്ഞു, എന്താ അഷ്റഫ് കാര്യം? അല്ല, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, എനിക്ക് അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, നിങ്ങൾ കാണണോ? അല്ല, അത് ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത കാര്യം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ എന്നെ വിളിക്കും എന്ന് പറഞ്ഞ് ഫോൺ ഒന്ന് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ അഷ്റഫ്, അയാളും കേൾക്കുന്നുണ്ടെ ശ്രദ്ധിച്ചോണം, അയാൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വസ്തു ബ്രോക്കറാണ്. അയാൾ വിചാരിച്ചാൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യം നടക്കുന്ന ഒരു വലിയ സ്വാധീനമുള്ള വസ്തു ബ്രോക്കറും വലിയൊരു അജാനുബാഹുവായിട്ടുള്ള ആളും ഒക്കെ ആണെന്നാണ് കേട്ടത്. അയാൾ എന്നെ വിളിച്ചിരിക്കുന്നത്. അയാളോട് ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ പണിയായിട്ട് നിങ്ങൾ ഇറങ്ങരുത്. കാരണം പിണറായി വിജയനെതിരെ സമരം ചെയ്യുന്നതല്ല ഞാൻ 6 ദിവസം ജയിലിൽ കിടന്നതല്ലേ. ഞാൻ 6 ദിവസം ജയിലിൽ കിടന്നതല്ലേ. എന്നെ കൊല്ലാൻ നടക്കാണ് ഉമ്മാരെ 4 സൈഡ്. എനിക്ക് പിന്നെ ആരെയാണ് എനിക്ക് പേടി? അതുകൊണ്ട് ഇതുപോലുള്ള ഈ മൂട്ടകൾ, ഈ അഷ്റഫിനെ പോലെയൊക്കെയുള്ള മൂട്ടകളൊന്നും വന്ന് ഭയപ്പെടുത്താൻ നിന്നാൽ ഭയപ്പെടുന്ന ഈ ജെൻസിൽപ്പെട്ടതല്ല ഞാൻ. 1. 2, വേറെയും ഭീഷണികൾ നടക്കുന്നുണ്ട് പീറ്ററുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഭീഷണിപ്പെടുത്തുന്നവന്മാരെല്ലാം മനസ്സിലാക്കിക്കോണം, ഇതിനൊന്നും നിന്ന് കൊടുക്കുന്നവരല്ല. ഞാൻ അവിടെ വെച്ച് ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പീറ്റർ ഒറ്റയ്ക്കല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ലജ്ജ തോന്നി എന്താണെന്നറിയോ, അച്യുതമേനോൻ എൻക്ലേവ് എന്നും പറഞ്ഞിട്ടൊരു ഹൗസിംഗ് കോളനി. ആ ഹൗസിംഗ് കോളനിയുടെ എല്ലാ ചെറ്റകളും, നിങ്ങൾ എന്നോട് ക്ഷമിക്കും, ആ ചെറ്റകൾ മുഴുവൻ ഈ പീറ്റർ എന്ന് പറഞ്ഞ ഈ അന്തനെതിരാണ് രതീഷ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. 2.5 സെന്റ് ജീവിക്കുന്ന ഒരു അന്തൻ, ആ അന്തനെതിരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. അതുകൊണ്ട് അവരോടും ഞങ്ങൾ പറയുകയാണ്, ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ആ വീഡിയോ തീരാറായപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്, ഇക്വാളിറ്റി ബിഫോർ ലോ എന്നാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ, അതായത് പണ്ഡിതനും പാമരനും കോടീശ്വരനും പരമദരിദ്രനും ഈ അച്യുതമേനോൻ ജീവിക്കുന്ന പണക്കാരനും അവിടെ ജീവിക്കുന്ന അന്ധനായിട്ടുള്ള പീറ്ററിനും എല്ലാം ഒരേ നിയമം. അംബാനിക്കും പീറ്ററിനും ഒരേ നിയമമാണെന്നുള്ളത് അവിടെയുള്ളവന്മാരും മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് പീറ്ററിനെതിരെ ഈ KJ മാക്സി ചെയ്യുന്ന ഈ പണി അവസാനിപ്പിക്കുന്നത് KJ മാക്സിക്ക് നല്ലത്. ഇനി ഒരു കാര്യം കൂടെ KJ മാക്സി അറിയാൻ വേണ്ടി ഞാൻ പറയാണ്, KJ മാക്സിയുടെ എല്ലാ അഴിമതി ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
KJ മാക്സിയുടെ ബിനാമി ഇടപാടുകൾ, അയാൾ ഉണ്ടാക്കിയ സ്വത്ത്, ഇതിനെക്കുറിച്ചിട്ട് എല്ലാം സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ എനിക്കൊരു അവസരം തന്ന രതീഷിനോട് എനിക്ക് നന്ദിയുണ്ട്. KJ മാക്സി ഈ അന്ധനെ പീഡിപ്പിക്കുന്ന പണി ദ ഏർലിയർ ദ ബെറ്റർ അവസാനിപ്പിക്കുന്നത് KJ മാക്സി. അല്ല, അവിടെ എനിക്കൊരു ചോദ്യം കൂടി ഉള്ളത്. ഇപ്പൊ ഓക്കെ, പീറ്റർ കളത്തിപ്പറമ്പിൽ ഈ ഷീൽ സാർ ഇടപെടുന്നു, കാരണം അത് ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം ഒരു ജനാധിപത്യപരമായ കാര്യം ഈ KJ മാക്സിയോട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ സാറിനെ ബന്ധപ്പെടാനോ ഒക്കെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായത്. അല്ലാതെ അയാൾക്ക് വേണ്ടി ആയിരിക്കുമല്ലോ ഇന്നലെ ഒരു ബ്രോക്കറിനെ ബന്ധപ്പെട്ടത് അയാൾക്ക് വേണ്ടി ആവാനാണ് സാധ്യത എന്നാണ് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇത്തിരി സംസാരിച്ചപ്പോൾ ഇത്തിരി കനപ്പെട്ട് സംസാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ പിന്നീട് എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അനീതി അതിനകത്തൊരു വേറൊരു സംഭവം നടന്ന് ഞാൻ പറയാം. ഈ വിഷയം വന്നപ്പോഴത്തേക്ക് പീറ്റർ പാവപ്പെട്ടവനൊരു വനിതയെ വനിതാ വക്കീലിനെ ഏൽപ്പിച്ചു. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അവർക്കെതിരെ ഞങ്ങൾ നീങ്ങാൻ പോവാണ് ബാർ കൗൺസിലിലേക്ക്. അവരുടെ സന്നദ്ധ പോകുന്ന ഞങ്ങൾ ഉറപ്പാക്കാൻ പോവാണ്. അപ്പോൾ ആ വനിതാ വക്കീൽ വന്നിട്ട് പീറ്ററോട് പറഞ്ഞു, പീറ്റർ നീ ഒന്നും പേടിക്കണ്ട, എന്നാൽ പീറ്ററുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ വനിത, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഈ കേസ് അങ്ങ് എടുത്തു. എൻ്റെ രതീഷെ, ആ പാവപ്പെട്ട അന്ധൻ്റെ ഇന്ന് 2 ലക്ഷം രൂപ ഈ വനിത മേടിച്ചു. ഒരു വനിതയും കൂടാണ്. 2 ലക്ഷം രൂപ മേടിച്ചു. നീ ഒന്നും പേടിക്കണ്ടെന്ന്. പാവപ്പെട്ട പീറ്ററല്ലേ, കണ്ണും കാണാൻ മേലാതെ. വിധി വന്നപ്പോൾ എന്താ നോക്കിയപ്പോൾ എന്താ എക്സ് പാർട്ടി വിധി. അറ്റൻഡ് ചെയ്തേ ഇല്ല. ആ വൃത്തികെട്ടവര് അവരെങ്ങനെയാണ് നമുക്ക് അഭിഭാഷ അവര് പീറ്ററിന്റെ അടുത്ത സുഹൃത്ത് അവര് കോടതിയിൽ ഹാജരാവാതിരുന്നതിനെ തുടർന്ന് പീറ്റർക്കെതിരായി വിധി വന്നു. അവരൊരു സ്ത്രീയാണോ? ഒരു വനിതയായിട്ട് നമുക്ക് അവരെ കണക്കാക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവരും ലൂപ്പിലാണ്, അവരും സൂക്ഷിച്ചോണം. എന്നിട്ട് അതുകൊണ്ടും അവർ കലി തീരാഞ്ഞ് അവരെന്ത് ചെയ്യുന്നറിയാവോ? അവർ ഒരു ഇഷ്ടദാന കരാറ് ഈ പീറ്ററിൻ്റെ അനിയൻ ഉണ്ടാക്കുന്നു. പീറ്ററിൻ്റെ അനിയൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? ആ ഇഷ്ടദാന കരാറിൽ പ്രകാരം 2 സെന്റ് സ്ഥലം പീറ്ററിൻ്റെ മക്കൾക്ക് ഈ ആൻ്റണി എന്ന് പറഞ്ഞ പീറ്ററിൻ്റെ അനിയൻ ഇഷ്ടദാനം ചെയ്യുന്നു. ആലോചിക്കണം, ഇവർ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന സമയത്താണ്. അപ്പോൾ 2 സെന്റ് ഇഷ്ടദാനം ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ബാക്കി 3 സെന്റ് മറ്റവൻ്റെതാകുക എന്നുള്ളതാണ്. ആ ഇഷ്ടദാന കരാറിലും പീറ്ററിനെ കൊണ്ട് അനുകൂലമായി തീരുമാനമെടുപ്പിക്കാൻ ഈ വനിതാ വക്കീൽ ശ്രമിച്ചു രതീഷ്. അതുകൊണ്ട് ആ വനിതാ വക്കീലിനോടും ഞാൻ രതീഷിൻ്റെ വീഡിയോയിൽ കൂടി പറയാണ്, നിങ്ങൾക്കിട്ടും പണി വരും. ഇതപ്പോൾ അവിടെ കൗൺസിലറോ അങ്ങനെ ആരോ കൊച്ചി കോർപ്പറേഷനോ അങ്ങനെ ആരുമില്ല. എൻ്റെ പൊന്നു രതീഷ്, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് കൗൺസിലറില്ലേ രതീഷ്? CPM പോട്ടെ, കോൺഗ്രസിനില്ലേ? BJPക്കില്ലേ ഇവിടെ കൗൺസിലർ? BJPക്ക് ഉണ്ട് പോട്ടെ, ഇല്ലേ? ഏതും അതാ ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാം ഒന്നാണ്. ഈ അന്ധനെ സഹായിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും ഒരു BJPക്കാരനും ഈ പാവപ്പെട്ട KM ഷാജഹാൻ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് ചെല്ലേണ്ടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട. പീറ്റർ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരനാണെങ്കിൽ പീറ്ററിന് നീതി മേടിച്ച് കൊടുക്കാതെ ഞങ്ങൾ സേവ് കേരള ഫോറം എന്ന സംഘടന തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. പീറ്ററിൻ്റെ കേസിൻ്റെ വക്കാലത്ത് പീറ്റർ തയ്യാറാണ്, ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ വാദിക്കും. പീറ്റർ എന്നോട് പറഞ്ഞ് 2ാമത്തെ വക്കീലും പീറ്ററിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പീറ്റർ പറയുന്നത്. ഒരു അന്ധനായ മനുഷ്യനാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ പീറ്ററിന്റെ ഭാര്യ എനിക്ക് വാട്സപ്പ് മെസ്സേജ് പറഞ്ഞ് ദൈവം വന്ന പോലെ ആയിരുന്നു സാറ് വന്ന് കയറിയപ്പെടുന്നത്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, പക്ഷെ അവർക്ക് അങ്ങനെ തോന്നി എന്ന് പറയുന്നതാണല്ലോ നമുക്ക് ജീവിതത്തിൽ. അതുകൊണ്ട് പീറ്റർ ഞങ്ങളെ കൈവിട്ടാൽ പോലും ഞങ്ങൾ പീറ്ററിനെ കൈവിടത്തില്ല. അതുകൊണ്ട് മാക്സി ഈ പണി ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പണി അവസാനിപ്പിക്കും. നീതി നടപ്പിലാവുമെന്ന് ഞങ്ങൾ ഉറപ്പു. നമ്മൾ ഈ നീതിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നേക്കുന്ന ഒരു വിധി, അത് കേരളവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ ബിൽക്കിസ് ബാനുവിൻ്റെ കേസ്. ഇപ്പോൾ സാറ് 256 പേജുള്ള വിധിയാണ്, അത് മുഴുവൻ നോക്കിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കേസിൽ പോലും ഇപ്പോൾ സത്യത്തിൽ ഇന്നലെ ഞങ്ങളൊരു ടോക്ക് ഷോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വിധി പുറത്തേക്ക് വന്നിട്ടുണ്ടായില്ല. കാരണം വിധി മാത്രമാണ്, അതിൻ്റെ എക്സ്ട്രാക്ട് മാത്രമാണ് പുറത്തേക്ക് വന്നത്. ഇന്നലെ രാത്രിയാണ് വിധി പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിധി പൂർണ്ണമായി പരിശോധിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ ഏറ്റവും ആദ്യം ആളുകൾ മുഴുവൻ പറഞ്ഞത് വലിയ വിധിയാണ്, വലിയ നീതി നടപ്പായിരിക്കുന്നു എന്നാണ്. പക്ഷെ ആ വിധിയിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം, മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ എക്സ്ട്രാക്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം, അതായത് ഗുജറാത്ത് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രശ്നത്തിൻ്റെ പുറത്താണ് കോടതി അത്തരത്തിലുള്ള ഒരു നിലപാട് എടുക്കുന്നത്. കോടതി പറഞ്ഞേക്കുന്നത് ഇത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റും അതുപോലെ മഹാരാഷ്ട്ര കോടതിയുമാണ് തീരുമാനിക്കേണ്ടതെന്നാണ്. അപ്പോൾ സത്യത്തിൽ ഇനിയിപ്പോൾ വീണ്ടും ഒരു അപ്പീലുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇതേ തരത്തിലുള്ള ഒരു വിധി തന്നെ അവർക്ക് കിട്ടില്ലേ? അപ്പോൾ നമ്മളെ കോടതികളിൽ നിന്ന് പോലും ഒരു നീതി കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ കോടതിയിൽ നിന്ന് ശിക്ഷ വിധിച്ചതിന് ശേഷം മഹാരാഷ്ട്ര ജയിലുകളിലല്ല അവർക്ക് താമസിക്കേണ്ടി വന്നത്. അവർ താമസിക്കേണ്ടി വന്നത് ഇപ്പുറത്ത്
ഗുജറാത്തിലെ ജയിലുകളിലാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പരോളുകളും അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ചുരുക്കം. നമ്മുടെ ഇവിടെയും ഇപ്പോൾ കൊടിസിന് പോലെയുള്ള ആളുകൾക്ക് നമുക്കറിയാം എത്ര പരോള് വീതം അത്തരത്തിലുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെ സാർ എങ്ങനെയാണ് നോക്കുകയാണെന്നാണ് രതീഷ് ചോദിച്ച ഒരിടത്തിൽ നന്നായി. ഞാൻ ഇന്നലെ സിറ്റിയിൽ നിന്നൊരു നല്ല ഒരുപാട് ആളുകൾ നിൽക്കുന്ന ഒരു ബസ്സിൽ ഞാൻ ശ്രീകാര്യത്തേക്ക് വരുമ്പോഴാണ് ഈ വിധി എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തരുന്നത്. എന്നിട്ട് ഈ സുഹൃത്ത് എന്നോട് ഇതേ വാദം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു വിധിയാണ്, അത് അത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റായിരുന്നു ചെയ്യേണ്ടത്, ഗുജറാത്ത് ഗവൺമെൻറ് അല്ല എന്നൊക്കെ പറഞ്ഞു ടെക്നിക്കലായിട്ടുള്ളൊരു വിധിയാണ്. അപ്പോൾ കോടതി ഇങ്ങനെയൊക്കെ ആണോ ഇതിനെ കാണേണ്ടത് എന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് ആ വിധി എനിക്ക് അയച്ചത്. ഞാൻ ആ വിധി ആ ബസ്സിനകത്തിരുന്ന് തന്നെ ആ വിധിയുടെ പ്രസക്ത ഭാഗം ഞാൻ വായിച്ചു. എന്തായാലും അത് വായിച്ചത് എനിക്ക് ഇപ്പം രതീഷിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാനും എനിക്കൊരു ബലമായി. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, രതീഷ് പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്. അതായത് സാങ്കേതികമായിട്ടുള്ള ഒരു വിധിയല്ല ഈ വിധി. എന്നാൽ സാങ്കേതികമായിട്ടുള്ളതാണ് ഈ വിധിയെന്നും ഇത് ആഴത്തിൽ പോയിട്ടില്ല എന്നുള്ളതുമാണ് മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തൽ. ആ വിലയിരുത്തൽ ഒരു പക്ഷേ ഒരു മാധ്യമപ്രവർത്തനമായിട്ടുള്ള രതീഷും അതെ ആവർത്തിച്ചതാവാം. ഞാൻ പറയുന്നത് ഇത് വളരെ ആഴത്തിൽ ഉള്ള ഒരു വിധിയാണ്. ഈ വിധി അതിരൂക്ഷമായിട്ടാണ് ഗുജറാത്ത് ഗവൺമെന്റിനെ വിമർശിച്ചത്, അതിരൂക്ഷമായിട്ട്. അതായത് ബേല ത്രിവേദിയും ഉജ്ജൽ ഭവൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് ഇതാണ്. ഈ വിധിന്യായത്തിലെ ഞാനത് തപ്പിക്കൊണ്ടിരിക്കുന്നത് 62 മുതൽ 71 വരെയുള്ള പാരഗ്രാഫ്സ് ഉണ്ട്. ആ പാരഗ്രാഫ് 61 മുതൽ 72 62 മുതൽ 71 വരെയുള്ള പാരഗ്രാഫ്. ഈ 62ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് റൂൾ ഓഫ് ലോയെ കുറിച്ച്, നിയമവ്യവസ്ഥയെ കുറിച്ചാണ്. റൂൾ ഓഫ് ലോ മീൻസ് whenever and wherever the state fails to perform its duties, the court would step up in to ensure that the rule of law prevails over the abuse of the process of law. എന്നാൽ എവിടെയൊക്കെ നിയമവ്യവസ്ഥ തകരുമോ അവര് അവിടെ ഇറങ്ങിയിട്ട് ഇത് ഉറപ്പാക്കും. Such abuse may result from inter alia inaction or even arbitrary action of protecting the true offenders, or failure by different authorities in discharging statutory or other obligations in consonance with procedural and penal statutes. ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ബ്രീച്ച് ഓഫ് റൂൾ ഓഫ് ലോ amount to negation of equality under Article 4 of the Constitution. എന്നിട്ട് അവർ 62ാമത്തെ ഖണ്ഡിക മുതൽ 71ാമത്തെ ഖണ്ഡിക വരെ ഗുജറാത്ത് ഗവൺമെന്റിനെ നിയമം പഠിപ്പിക്കുകയാണ്, ഭരണഘടന പഠിപ്പിക്കുകയാണ്, ഭരണഘടനയിലെ വകുപ്പുകൾ പഠിപ്പിക്കുകയാണ്. നിങ്ങളത് അബ്യൂസ് ചെയ്തു എന്നവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയെ കുറിച്ചിട്ട് രതീഷ് ചോദിച്ചല്ലോ, അല്ല ഇത് ബേല ത്രിവേദിയല്ല, എനിക്ക് തെറ്റിപ്പോയി, ഇത് നാഗരത്ന ഉജ്ജൽ ഭവൻ. ഞാൻ ഈ ബേല ത്രിവേദി എൻ്റെ മലയാളികളുടെ ജോസഫ് മാറിയിട്ട് വന്നു. അപ്പം ഈ ബേല ത്രിവേദിയുടെ പേരെൻ്റെ മനസ്സിൽ കിടക്കാൻ കാര്യം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുപ്രീം കോടതിയെ കുറിച്ചിട്ടുള്ള എൻ്റെ വിശ്വാസം കുറഞ്ഞു. കഴിഞ്ഞ നവംബർ 6 DY ചന്ദ്രചൂഡ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി അധികാരമേൽക്കുമ്പോൾ അതിന്റെ പരകോടിയിലായിരുന്നു പ്രതീക്ഷ. അതിങ്ങനെ കൂത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകൾ സുപ്രീം കോടതിയുടെ ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് ബേല ത്രിവേദിയുടെ ബെഞ്ചിലേക്ക് വരുന്നു. ആരാണ് ബേല ത്രിവേദി? അവർ 7, 8 അല്ലെങ്കിൽ 10 വർഷം മോഡിയുടെ കീഴിൽ ഗുജറാത്തിൽ നിയമ സെക്രട്ടറി ആയിരുന്ന സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അവരുടെ ബെഞ്ചിലേക്ക് സുപ്രീം കോർട്ടിന്റെ ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് കേസുകൾ വരികയാണ്. ഇതിനെതിരെ മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ, ദുഷ്യന്ത് ദവെ, കപിൽ സിബൽ അവരെല്ലാം കത്തയക്കുകയും ചീഫ് ജസ്റ്റിസിനെ കാണാൻ അവസരം ചോദിച്ചിട്ട് കൊടുക്ക പോലും ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പം അതാണ് അവിടെ നടക്കുന്നത്. 1. 2023 നവംബർ 6 പിന്നെ ഇയാൾ അവിടെ ഇതാവുന്നത് ആര്? DY ചന്ദ്രചൂഡ്. ഇന്ന് 2024 ജനുവരി 10. ഇതിൻ്റെ ഇടയിൽ ഒരു തവണയെങ്കിലും ലാവലിംഗ് കേസ് വിവാദത്തിന് വന്നോ രതീഷ്? ഇല്ല. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ മാറ്റിവെച്ചൊരു കേസില്ല. മനസ്സിലായോ? ആ കേസ് പിന്നെ ഏറ്റവും വലിയ പുരോഗമനവാദിയായിട്ടുള്ള DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുമ്പോൾ പോലും ചർച്ചയിൽ വരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ സുപ്രീം കോടതിയെ കുറിച്ചിട്ടുള്ള എൻ്റെ ആത്മവിശ്വാസം
കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇരുളിനകത്തൊരു വെളിച്ചം, എന്താണ് അല്ലേ, വെളിച്ചവുമായി തിരുത്ത് എന്ന് മനോരമ പറയുന്നത്, ഇരുളിനകത്തൊരു വെളിച്ചവുമായി ഈ വിധി വന്നിട്ടുള്ളത്. ഈ വിധി മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പോലെ സാങ്കേതികതയിൽ ഊന്നിയിട്ടുള്ളതല്ല, അതിൻ്റെ അടിത്തറ വരെ എത്തുന്ന ആഴത്തിലുള്ള പിന്നെ ഒരു വിധിയാണ്. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഈ ഒരു പാതയിലൂടെ എത്രത്തോളം സുപ്രീം കോടതിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അക്കാര്യത്തിൽ പെസിമിസ്റ്റുമാണ്. പക്ഷേ ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അതിൻ്റെ വസ്തുത എന്നുള്ളത്. പിന്നെ ഞാൻ ഇന്നലെ ആ വിധി ഞാൻ വായിച്ചപ്പോൾ ഒരു തിരക്കുള്ളൊരു ബസ്സിലിരുന്നാണ് വായിച്ചെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഈ ജസ്റ്റിസ് നാഗരത്ന എന്ന് പറഞ്ഞാൽ ചെറിയ സ്ത്രീ അല്ല. അതിനു മുമ്പ് ഒരുപാട് അല്ല, നമുക്കൊരു ഒരു ചെറിയ ഈ പറയുന്ന പോലെ ഒരു പെസിമിസം വന്ന് പെട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ജോസഫ്, മലയാളിയായിട്ടുള്ള ജോസഫ് ഇരിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും ഗുജറാത്ത് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിട്ട് ഉരുട്ടുന്നത് ഞാൻ റിട്ടയർ ചെയ്യാനല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു റിട്ടയർമെന്റിന് ശേഷം ഈ കേസ് എന്താകുമെന്ന് പറയുന്ന ഒരു ആശങ്ക ഒരു പക്ഷേ ഇത് സാഹുതം വീക്ഷിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഗംഭീരമായിട്ടുള്ള ഒരു വിധിയാണ് നാഗരത്ന. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ കെ എം ജോസഫ് ഇരുന്ന ഒരു ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സർക്കാരിന്റെ റോളില്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് നിയമം പാസ്സാക്കി. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വിധി വന്നു, ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു വിധിയിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞു, ഹിൻഡൻബർഗിനെ കുറിച്ചിട്ടാണ് അന്വേഷിക്കേണ്ടത്, അദാനിയെ കുറിച്ചല്ലെന്ന്. അപ്പം ഇത് മാത്രമല്ല, ഇതിന്റെ തുടക്കം ഇവിടെ നടന്നു. തുടക്കം അയോധ്യ വിധിയിലായിരുന്നു. അയോധ്യ വിധി ഏകകണ്ഠനയായിരുന്നു. അയോധ്യ വിധിക്ക് നേതൃത്വം കൊടുത്ത ആരായിരുന്നു? സമീപകാലത്തിരുന്ന ഏറ്റവും മോശക്കാരനായിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലാണ്. ആ രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലാണ് ആ വിധി വന്നത്. അതിൽ നിർണായക പങ്ക് വഹിച്ചതും ആ വിധി എഴുതി എന്ന് കരുതപ്പെട്ടിരിക്കുന്ന ആയിട്ടുള്ള ആളാണ് DY ചന്ദ്രചൂഡ്. പേര് പറഞ്ഞിട്ടില്ലല്ലോ. അവൻ പേര് പറയാമായിരുന്നു, ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ടാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. പക്ഷെ അവരെല്ലാം കൂടെ കൈപിടിച്ച് ഒരു ഫോട്ടോ പുറത്തു വന്നു. അപ്പൊ ആ നിലയിൽ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസ്യത കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഒരല്പം ആത്മസംതൃപ്തി തരുന്ന, പൂർണ്ണമായും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വിധിയാണിത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എന്നെ സംശയിച്ചു.